everyone, welcome back to XYLEM Learning. It's me, Anvara. So, current video we till in the mysterious picture in the first chapter character sketch discuss ചെയ്തുല്ലേ. സോ ഇപ്പം നിങ്ങളോട് ടില്ലിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇങ്ങനെ എഴുതുംല്ലേ. നിങ്ങൾ എന്താണ് ഫ്ലെമിഷ് പെയിന്റർ ആണ്, ടില്ല വളരെ സ്മാർട്ട് ആണ്, ടാലന്റഡ് ആണ്, ട്രിക്കി ആണ്, ഭയങ്കര എന്താണ് ഫണ്ണി ആണ്, സ്പ്ലെൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തെറിയും അല്ലേ. അതേപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. യു ക്യാൻ സീ by here itself എന്താണ് about whom we are going to discuss today, and it is about the boy from the chapter the boy who took cats. Okay, so ഇന്ന് നമ്മൾ ആരെ പറ്റി പഠിക്കാൻ പോകുന്നത്? The boy. ഏത് ചാപ്റ്റർ ആണ്? യെസ്, പൂച്ചയെ കണ്ടാൽ തന്നെ അറിയാം എന്താണ് the boy from the boy who drew the cats അല്ലേ. അതില് നമ്മുടെ ബോയുടെ ക്യാരക്ടർ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കുന്ന കഥാപാത്രങ്ങളിൽ എന്താണ് ഒരാളാണ് നമ്മുടെ ബോയ്. ഓക്കെ, സോ എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുക എന്നുള്ളത് എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, how to write a character sketch എന്നുള്ളത്. But today we are going to discuss how to write a character sketch and again എന്താണ് ബോയുടെ ക്യാരക്ടർ സ്കെച്ച് അത് എങ്ങനെ എഴുതാം. നോക്കി ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് ഏത് ക്യാരക്ടർ, ഏത് കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ എഴുതുന്നു, ഏത് കഥയിലെ കഥാപാത്രം, ആരാണ് കഥ എഴുതിയത്, ഈ 3 പോയിന്റ് നിങ്ങൾ എഴുതണം. അതാണ് ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം. വിച്ച് ക്യാരക്ടർ, ഹു ഈസ് ദ ഓഥർ, വിച്ച് സ്റ്റോറി. ഓക്കെ, ഈ 3 പോയിന്റ് എന്താണ് ഫസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി ഫസ്റ്റ് പോയിന്റ്, ദ ബോയ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് പബ്ലിഷ്ഡ് ബൈ ഹൊസിഗാവ തകേച്ചിറോ. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാ, ആരെ പറ്റിയാ എഴുതാൻ പോകുന്നത്, ഏതാണ് കഥാപാത്രം, ആരാണ് കഥ എഴുതിയത്, ഏത് കഥയിൽ നിന്നുള്ള കഥാപാത്രം, 3 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞത് നമ്മള് ഹൊസിഗാവ തകേച്ചിറോ അദ്ദേഹം എഴുതിയ ഷോർട്ട് സ്റ്റോറി, അദ്ദേഹത്തിന്റെ കഥയായ ഫോക്ക് ടെയിൽ ആയിട്ടുള്ള എന്താണ് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമ്മുടെ ബോയ്. അവരുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ദ ബോയ് വാസ് ദി യങ്ങസ്റ്റ് ചൈൽഡ് ഇൻ എ ജാപ്പനീസ് ഫാമേഴ്സ് ഫാമിലി. സോ ആദ്യം നമ്മൾ നമ്മുടെ ബോയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൽ എന്താണ് ഹി വാസ് അല്ലെ, എന്താണ് പുവർ ആണ് അത്യാവശ്യമൊക്കെ അല്ലെ, നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പറയാണ് ബോയ് എന്താണ് ജപ്പാനിലെ ഒരു കർഷക കുടുംബം അല്ലെ, കർഷകന്റെ മകനായിട്ട് ജനിച്ചതാണ് ആര്, നമ്മുടെ ബോയ്. ആൻഡ് അത് അത്യാവശ്യം പാവപ്പെട്ട ആളുകൾ തന്നെയാണ്. ബൈ ബർത്ത് ഹി വാസ് വെരി സ്മോൾ ആൻഡ് വീക്ക്. ജനിച്ചപ്പോൾ മുതൽ മുപ്പര ഫിസിക്കലി കണ്ടീഷൻ എന്തായിരുന്നു, ഹി വാസ് വെരി സ്മോൾ ഇൻ സൈസ്, ആൾ ചെറിയ കുഞ്ഞായിരുന്നു. ആൻഡ് വീക്ക്, ഫിസിക്കലി എന്താണ് അത്ര എനർജറ്റിക്കും വലിയ മസ്തിലും അധ്വാനശീലനോ അങ്ങനൊന്നും ആവുന്ന ആളല്ലാര് നമ്മുടെ ബോയ് അല്ലേ. അപ്പൊ ഹി വാസ് വെരി എന്താണ് വീക്ക് ആയിരുന്നു. ആൻഡ് പീപ്പിൾ സെഡ് ദാറ്റ് ഹി വുഡ് നെവർ ഗ്രോ ബിഗ്. ആളുകൾ ഇത് കണ്ടുമ്പോൾ എന്ത് പറയും, ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അല്ലേ. ആളുകൾ നമ്മുടെ ബോയെ കാണുന്ന സമയത്തൊക്കെ പറയും ഇതുകൊണ്ട് ഇവൻ വലുതാവില്ല കേട്ടോ, ഹി വിൽ നോട്ട് ഗ്രോ ബിഗ്. അവൻ എന്താവൂല, ഹി വോണ്ട് ഗ്രോ ബിഗ്, അവനൊരിക്കലും വലുപ്പം വെക്കൂല. ഇതെല്ലാം ആവശ്യമുണ്ട്. എന്തിനാണ് നമ്മൾ വലുപ്പത്തിനൊക്കെ പോകുന്നതല്ലേ. സോ ഹിയർ എന്താ പറയുന്നത്, ആളുകൾ അവനെ കാണുന്ന സമയത്ത് ദി ജഡ്ജ്ഡ് ഹിം അല്ലെങ്കിൽ ദി പാസ്ഡ് കോമന്റ് എന്താ പറയുന്നത്, എന്താണ് വലുതാവൂല, ഇവൻ ഇങ്ങനത്തെ നിൽക്കുകയുള്ളൂ. And people said that he would never grow big. He did not seem to be fit for hard work. His parents realized that he could not be a farmer, so they decided him to make a priest. എന്താ പറഞ്ഞേ, ഇവർക്ക് എന്താണ് ഇവരെന്തൊരു ഫാമർ ആവില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, നമ്മുടെ ബോയ് കൊണ്ട് ഫുൾ ടൈം ഏതൊരു പൂച്ചനെ ഭരിച്ചിരിക്കല്ലേ, ഇതൊന്നും വേണ്ട, ജീവിതത്തിൽ ഒരു ജോലി വേണം, ഒരു തൊഴിൽ വേണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നല്ല വിവരമുണ്ട്, ബുദ്ധിയുണ്ട് ബോയ്ക്കും, അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് ആക്കാം, പള്ളിയിൽ അച്ഛനാക്കി കളയാന്ന് വിചാരിച്ച് പള്ളി കൊണ്ട് ചേർത്തില്ലേ, എന്താണ് അവിടെ കൊണ്ട് സെമിനാറിൽ കൊണ്ടുപോയി ചേർത്തില്ലേ. യെസ്, ദ ലിറ്റിൽ ബോയ് വാസ് വെരി cleverer than all his brothers and sisters. But this little boy, he was very intelligent. നിങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധി, ഒടുക്കത്തെ ബുദ്ധിയായിരുന്നു ഇവര് അല്ലേ. അവന്റെ സിസ്റ്റേഴ്സിനെക്കാളും ബ്രദേഴ്സിനെക്കാളും ഒക്കെ മണ്ടായിരിക്കായിരുന്നു. ബുദ്ധി ആർക്കാണ്, ടാലന്റഡ് അല്ലേ, ആരാണ്, നമ്മുടെ ബോയ് ആണ്. He was very obedient to the priest under whom his parents had made him an acolyte for the education of priesthood. അവര് ഒരു വലിയൊരു വികാരി അച്ഛനുണ്ട് അവിടെ അല്ലെ, കോലൈറ്റ്, സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ താഴെയാണ് ആര് വരുന്നത്, നമ്മുടെ ബോയ് വന്ന് നിന്നത്.
പക്ഷെ അവരെന്താണ്, വളരെ ഡീസന്റ് ആണ്, വളരെ ഒബീഡിയന്റ് ആണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആള് ചെയ്യാറുണ്ട്. ഒരു അനുസരണക്കേടും എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് കാണിച്ചിട്ടില്ല. ദ ബോയ് ഹാഡ് എ ഫോൾ, ബട്ട് ദ ബോയ് ഹാഡ് എ ഫോൾട്ട്. ആക്ച്വലി നമുക്കത് ഫോൾട്ട് എന്ന് പറയാൻ പറ്റൂല അല്ലേ. ദ ബോയ് ഹാഡ് എ ഫോൾട്ട്, ഹി ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ഡ്രോയിങ് കാറ്റ്സ് എവ്രിവെയർ. എപ്പോഴും നമ്മുടെ ബോയ് എന്ത് ചെയ്യും, പൂച്ചനെ വരച്ചുകൊണ്ടേയിരിക്കും. കാണുന്നോർത്തും നിൽക്കുന്നോർത്തും ഇരിക്കുന്നോർത്തും മതിലും വാളിലും എല്ലാം എന്ത് ചെയ്യും, നൈസായിട്ട് ആള് പൂച്ചനെ വരച്ചുകൊണ്ടേയിരിക്കും. എനി ടൈം, ഏത് സമയം. എ ഗുഡ് കോളേജ് ഷുഡ് സ്റ്റഡി ബുക്സ്, ബട്ട് ഹി കുഡ് നോട്ട് ഡു ദാറ്റ്. ഒരു നല്ല അച്ഛനാണെങ്കിൽ, പ്രീസ്റ്റ് ആവണമെങ്കിൽ ഒരുപാട് അറിവുകൾ വേണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. പക്ഷെ നമ്മുടെ ബോയ് എന്താണ്, ഹി വാസ് സ്റ്റുഡിയസ് വൺ. പക്ഷെ അവൻ എന്ത് ചെയ്യണ്ട, ഒരു എക്കോളേറ്റ് ആവേണ്ട ആവശ്യമില്ല, ഒരു പള്ളിയിൽ അച്ഛനാവണമെന്ന് ആർക്കില്ല, അവനില്ലായിരുന്നു അല്ലേ. ദ നെക്സ്റ്റ് പോയിന്റ് എന്താ, ദ ബോയ് ഹാഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ. അവന്റെ ഒരു ജീനിയസ് അല്ലെങ്കിൽ അവന്റെ സ്കിൽ എന്തായിരുന്നു, ഹി വാണ്ടഡ് ടു ബി എൻ ആർട്ടിസ്റ്റ് അല്ലേ. അവനൊരു ആർട്ടിസ്റ്റ് ആണ്. What he wanted to be? He wanted to be an artist, not the qualities of an accolade. So the priest sent him out of the temple. There were no priests in the temple. A goblin had frightened all the priests away from there. He stayed alone in that temple that time. He could not control his drawing of cats. Before going to sleep, he drew many cats upon the screens there. Next day, he found that cats had killed the goblin. The boy's habit of drawing cats saved the temple from the halls of a goblin. He had the skill of an artist, and finally he reached where he wanted to be. എന്താ ഇവിടെ നമ്മൾ പറഞ്ഞേ, he hadn't the skill of an accolade. ഒരു പള്ളിയിൽ പ്രീസ്റ്റ് ആവാനുള്ള സ്കില്ല് ബോയ്ക്കില്ലായിരുന്നു. Who realized that? Who understood that? അത് ആരാ മനസ്സിലാക്കിയത്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള പ്രീസ്റ്റ് അല്ലേ. അപ്പൊ അദ്ദേഹം അവനോട് എന്ത് പറഞ്ഞു, നീ എന്തല്ല ആവേണ്ടത്, നീ ഒരു പള്ളിയിൽ അച്ഛനല്ല ആവേണ്ടത്. യു ഹാഡ് ടു ബിക്കം എന്താ, ഒരു ആർട്ടിസ്റ്റ്. നീ ഒരു ആർട്ടിസ്റ്റ് ആവണം, നീ ഇവിടുന്ന് പൊയ്ക്കും. അങ്ങനെ അവിടുന്ന് ഇറങ്ങി 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 നമ്മുടെ ബോയ് നടന്ന് 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 അടുത്ത ഗ്രാമത്തിലെത്തി. വലിയൊരു അമ്പലം കാണാം അല്ലേ. ആ അമ്പലത്തിൽ എന്തില്ല, വേറൊരാളും നമ്മുടെ ബോയ് കാണുന്നില്ല. ആ അമ്പലത്തിൽ ആരെ കാണുന്നപ്പോ നമ്മുടെ ബോയ് എന്ത് ചെയ്തു, പേടിച്ചു ചെയ്തു. അവിടെ എന്തുണ്ട്, അവരെ പിന്നെ മനസ്സിലായത് എന്താണ്, ഒരു ഗോബ്ലിൻ റാറ്റ്, രാക്ഷസനായ എലി എന്ത് ചെയ്യും, രാത്രി അവിടെ വരും. ആൻഡ് ഹി കിൽഡ് എവ്രി വൺ. അവിടെ വരുന്നവരൊക്കെ എന്ത് ചെയ്യും, മൂപ്പരെ കൊല്ലും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഓർത്തു നിൽക്കുന്ന സമയത്ത് മൂപ്പർ എന്താ ചെയ്തത്, when he got tired, he drew beautiful cats. അവനിങ്ങനെ മനസ്സറിഞ്ഞ് അവൻ എന്ത് ചെയ്തു, ഒരുപാട് പൂച്ചകൾ അങ്ങ് വരച്ചു. കുറച്ചായി വൻ ശബ്ദം കേട്ടത് ബോയ് എന്ത് ചെയ്തു, ഓടിപ്പോയി ഒളിച്ചു. എവിടെ, ഇൻ എ ബോക്സ് അല്ലേ. അപ്പോ പിന്നെ നടക്കുന്നത് എന്താണെന്നാണ്, നമ്മുടെ ബാഹുബലിയും കട്ടപ്പയല്ല അല്ലെ, അവൻ ശക്തി പൽവാൾ ദേവരെ പോലുള്ള അതിഘോരമായ കഠിനമായിട്ടുള്ള തല്ലുപിടി, അടിപിടി. സോ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കറിയാം, ഗോബ്ലിൻ റാറ്റിനെ ഫൈറ്റ് ചെയ്തത് നമ്മുടെ ബോയ് വരച്ച പൂച്ചകളാണ്, അതിന്റെ ആത്മാക്കളാണ്. എന്ത് ചെയ്തു, നൈസായിട്ട് ഗോബ്ലിൻ റാറ്റ് കൊന്നു. അങ്ങനെ കൊന്നതോടുകൂടി ആ വില്ലേജ് രക്ഷപ്പെട്ടു. വില്ലേജ് രക്ഷപ്പെട്ടതോടുകൂടി ആര് കൊന്നു എന്ന് എല്ലാവരും അന്വേഷിച്ചു. ബോയ് കൊന്നു. ബോയ് എന്താകുന്നു, വളരെ ഫേമസ് ആകുന്നു. ജപ്പാനിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആയിട്ട് ആര് മാറാണ്, ദ ബോയ് ചേഞ്ച് അല്ലേ. He was known as the most famous artist of Japan in Japan അല്ലെ. ജപ്പാനിൽ അറിയപ്പെടുന്ന ആര്, ആർട്ടിസ്റ്റ് ആയിട്ട് ആരും മാറി, നമ്മുടെ ബോയ് മാറി. അവസാനം എന്താ പറയുന്നേ, എവിടെയാണോ അവൻ എത്തിപ്പെടേണ്ടത്, നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ട് മാറേണ്ട പയ്യൻ എവിടെയാണോ അവൻ എത്തിപ്പെടേണ്ടത്, അവിടെ തന്നെ അവൻ എത്തിപ്പെട്ടു. സെറ്റ് അല്ലേ, സെറ്റ് ആണ് അല്ലേ. സോ എവിടെയാണോ അവൻ എത്തിപ്പെടേണ്ടത്, അവിടെ തന്നെ എന്ത് ചെയ്തു, അവൻ എത്തിപ്പെട്ടു. This is the character sketch of the boy from the chapter. Hope it is clear. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നൈസായിട്ട് ടില്ലിന്റെ ക്യാരക്ടർ സ്കെച്ചും ബോയുടെ ക്യാരക്ടർ സ്കെച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ആർ ഹാവിംഗ് 2 poems. 2 poems ആണ്. അതിന്റെ അപ്രിസിയേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഐ വിൽ ബി ബാക്ക്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു പുട്ട് യുവർ വാല്യുബിൾ കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, നിങ്ങളുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതാണ് ഇത് വായിക്കും. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടി എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, ഞാനും എല്ലാത്തിനും ലൈക്ക് അടിച്ച് മറുപടിയൊക്കെ എന്ത് ചെയ്യും, ഐ മേക്ക് യു. അപ്പോൾ please do your valuable comments. Please share with your friends. Be with us. Be with XYLEM. Thank you so much.